നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നയതന്ത്ര നീക്കങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും സജീവമാകുന്നതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമ്മുടെ NSA അജിത് ഡോവൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിൽ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അജിത് ഡോവൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലും വന്നുപോയിരുന്നു എന്നുള്ളത്. അദ്ദേഹം വന്നുപോയി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതിവിടുത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരുന്നത്. അത്രയേറെ രഹസ്യ സ്വഭാവമുള്ള സന്ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. മുൻകൂട്ടി അറിയിക്കാതെയാണ് അദ്ദേഹം റിയാദിലെത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പങ്കുവച്ചതോടെയാണ് അജിത് ഡോവൽ സൗദിയിലെത്തിയ കാര്യം മാധ്യമങ്ങൾ ഉൾപ്പെടെ അറിയുന്നത്. എന്തായിരിക്കും ഡോവലിൻ്റെ ലക്ഷ്യമെന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴുള്ള അടക്കം പറച്ചിലുകൾ. പശ്ചിമേഷ്യയിൽ ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾ നടക്കുന്ന വേളയിലാണ് അജിത് ഡോവലിൻ്റെ സൗദി സന്ദർശനം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഡോവലിനെ സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ, സൗദി അറേബ്യയുടെ രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി മന്ത്രി അംബാസഡർ ഡോക്ടർ സൗദ് അൽ സാത്തി എന്നിവർ ചേർന്ന വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജാനുവരി 28-നാണ് റിയാദിൽ വെച്ച് യോഗം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി വിനോദ് ബഹാദിയും സൗദി അറേബ്യയിലെ ആഭ്യന്തര മന്ത്രാലയത്തിലെ നിയമകാര്യ അന്താരാഷ്ട്ര സഹകരണ ഡയറക്ടർ അഹമ്മദ് അൽ ഈസയും സംയുക്തമായ യോഗത്തിന് നേതൃത്വം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. അതിർത്തി കടന്നുള്ള ഭീകരത. 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം. 2025 നവംബർ 10-ന് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകരാക്രമണം എന്നിവയുൾപ്പെടെ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും ഇരുപക്ഷവും അപലപിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നിലവിലുള്ള സുരക്ഷാ സഹകരണം ഇരുപക്ഷവും സമഗ്രമായി അവലോകനം ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിലും അതത് മേഖലകളിലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. തീവ്രവാദത്തെയും തീവ്രവാദവൽക്കരണത്തെയും നേരിടൽ, ഭീകരവാദത്തിനുള്ള ധനസഹായം തടയൽ, ഭീകരാവശ്യങ്ങൾക്കായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് തടയൽ, രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങളും ഭീകരവാദവും തമ്മിലുള്ള ബന്ധം എന്നിവയുൾപ്പെടെ ഭീകരവാദത്തിനെതിരായ നിലവിലുള്ളതും ഉയർന്നു വരുന്നതുമായ വെല്ലുവിളികളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഇരുപക്ഷവും പങ്കിട്ടു. ഉഭയകക്ഷി നിയമനീതിന്യായ സഹകരണവും നിയമനിർവഹണ സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. മേഖലയിലെ എല്ലാ സംഭവങ്ങളിലും പ്രധാന പങ്കുള്ള സൗദിയിൽ ഇന്ത്യയുടെ NSA എത്തുന്നതിൽ ഇപ്പോൾ മറ്റുള്ള ശത്രു രാജ്യങ്ങൾക്കും ഭയമേറുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ ഏറെ ആശങ്കയുണ്ട്. ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. കാരണം അടുത്തിടെ പാകിസ്ഥാനും സൗദി അറേബ്യയും സുപ്രധാനമായിട്ടുള്ള പ്രതിരോധ കരാർ ഒപ്പുവെച്ചിരുന്നു. ഇറാനും അമേരിക്കയും അവിടെ കുമ്പുകൂർക്കുകയാണ്. ഗാസയിലെ സമാധാന പദ്ധതി നടപ്പാക്കുന്ന ചർച്ചകൾ മറുഭാഗത്ത് നടക്കുന്നു. UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള അസ്വാരസ്യവും തീർന്നിട്ടില്ല. ഇങ്ങനെ തുടങ്ങി പലവിധ വിഷയങ്ങളാണ് പശ്ചിമേഷ്യയെ പുകച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് 5 ദിവസം മുമ്പ് ദേശീയ സുരക്ഷാ സഹ ഉപദേഷ്ടാവ് പവൻ കപൂർ ഇറാനിലെത്തി മടങ്ങിയിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. തൊട്ടു പിന്നാലെയാണ് അജിത് ഡോവൽ സൗദിയിലെത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ അതീവ രഹസ്യം? എന്തോ ഇന്ത്യയും തയ്യാറാക്കുന്നുണ്ട് തങ്ങളുടെ അണിയറയിൽ എന്നുള്ളതിൻ്റെ ഒരു ഒരുക്കമാകാം, അല്ലെങ്കിൽ ഒരു സൂചനയാകാം അജിത് ഡോവലിൻ്റെ ഈ ഒരു സന്ദർശനം. അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയുണ്ട്, എന്നാൽ തങ്ങളുടെ ആകാശപാതകൾ ഇതിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില GCC രാജ്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ ഡ്രോൺ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു എന്ന വാർത്തകളും വന്നിട്ടുണ്ട്. അജിത് ഡോവലിനെ റിയാദിലെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്ന ചിത്രം ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ അത് എല്ലാ മാധ്യമങ്ങളിലും, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ അത് വാർത്തയാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു യാത്രയ്ക്ക് പിന്നിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും ഇന്ത്യക്കുണ്ട് എന്നുള്ളത് കൂടി നമുക്കിതിനോടൊപ്പം കൂട്ടി വായിക്കാം. മാത്രമല്ല, പാകിസ്ഥാൻ ഭയക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനുമായി സൗദി അറേബ്യ പ്രതിരോധ കരാർ ഒപ്പുവെച്ച ശേഷം സൗദിയിലെത്തുന്ന ഏറ്റവും മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ എന്നതുകൂടി ഓർക്കണം. പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാർ
ഇന്ത്യയെ ബാധിക്കുമോ എന്ന ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അജിത് ഡോവൽ വ്യക്തത വരുത്തിയേക്കാം. കൂടാതെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് 2 ആഴ്ച മുമ്പ് ഇന്ത്യയിലെത്തി ഒരു പ്രതിരോധ കരാർ ഒപ്പുവച്ചിരുന്നു. ഇക്കാര്യവും സൗദിയിൽ ചർച്ചയായേക്കാം. സൗദി അറേബ്യ പാകിസ്ഥാനുമായും UAE ഇന്ത്യയുമായും പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് രാജ്യാന്തര മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം സൗദിയിലെത്തിയ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ പാകിസ്ഥാൻ കരാറും ഗാസ സമാധാന പദ്ധതിയും ചർച്ച ചെയ്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും അജിത് ഡോവലിന്റെ സൗദിയിലെ ഈ ഒരു അപ്രതീക്ഷിത സന്ദർശനം ഇപ്പോൾ പാകിസ്ഥാനെ മാത്രമല്ല പല ശത്രു രാജ്യങ്ങളെയും ഇപ്പോൾ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, എന്താണ് അടുത്ത ഒരു പടി നമ്മുടെ രാജ്യം പല വിഷയങ്ങളിലും കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളും യുദ്ധവിദഗ്ധരടക്കം പലതരത്തിലും പല തിയറികളും വിലയിരുത്തി അതിനെക്കുറിച്ച് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിലടക്കം അദ്ദേഹം വന്നുപോയി എന്നുള്ള വാർത്തയും പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് VSSയിലെത്തി യോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങിയ വിവരം അറിയാതെ സംസ്ഥാന ഇന്റലിജൻസും. 6 യോഗങ്ങളിൽ പങ്കെടുത്ത ഡോവൽ ജനുവരി 22, 23 തീയതികളിലാണ് കേരള തലസ്ഥാനത്ത് എത്തിയത് എന്നാണ് സൂചനകൾ. വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശനമെന്ന് ഇന്റലിജൻസിനെ അറിയിച്ചായിരുന്നു വരവ്. 4 പോലീസുകാർ മാത്രമാണ് ഡോവലിന്റെ സുരക്ഷയ്ക്കുണ്ടായിരുന്നത്. മഫ്തയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. ഡോവലിനൊപ്പം വിമാനത്താവളത്തിൽ വെച്ചെടുത്ത സെൽഫി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. PSLV വിക്ഷേപണത്തിൽ തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനാണ് ഡോവൽ എത്തിയതെന്നാണ് ഇന്ന് പുറത്തുവന്ന വാർത്തകൾ. അതീവ രഹസ്യമായി തലസ്ഥാനത്തെത്തി മടങ്ങാനായിരുന്നു തീരുമാനം. ചാർട്ടേഡ് വിമാനമടക്കം ഒഴിവാക്കി ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഡോവലിന്റെ കേരളത്തിലേക്കുള്ള യാത്ര. 22-ന് VSSയിലെത്തിയ അദ്ദേഹം അവിടെ തങ്ങിയാണ് യോഗങ്ങളിൽ പങ്കെടുത്തത്. ശാസ്ത്രജ്ഞരുമായും കൂടിക്കാഴ്ചയും നടത്തി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയ ദിവസം രാവിലെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് തിരിച്ചു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനെന്ന വിവരം ലഭിച്ചത് അനുസരിച്ച് സംസ്ഥാന ഇന്റലിജൻസ് സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചെങ്കിലും അത് വേണ്ട എന്ന് പറയുകയും മഫ്തിയിലെ പോലീസുകാരെ ആവശ്യപ്പെടുകയുമായിരുന്നു. രഹസ്യ സ്വഭാവം നിലനിർത്തി വന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാണ് ഡോവൽ മടങ്ങിയത്. ഡൽഹിയിൽ തിരികെ എത്തിയ ഡോവൽ PSLVയുടെ തുടർ പരാജയങ്ങളിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചെന്ന് റിപ്പോർട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങളിൽ അട്ടിമറിയില്ലെന്നാണ് അജിത് ഡോവൽ നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നാണ് വിവരം. വീഴ്ചയുടെ കാരണങ്ങൾ എന്താണെന്ന വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ഉണ്ടാകുമെന്നും സൂചനകളുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.